കോബ്ലർ, ചെരുപ്പുകുത്തി. ഉദാഹരണം: കോബ്ലറിനെ അല്ലെങ്കിൽ ചെരുപ്പുകുത്തിയെ കണ്ട സന്തോഷം അത്ര വലുതായിരുന്നു. കാരണം എൻ്റെ ചെരുപ്പ് പൊട്ടി നിരാശനായി നടന്നുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മുന്നിൽ കണ്ടത്. ഡോൺ, പ്രഭാതം അല്ലെങ്കിൽ പുലർച്ചെ. ഉദാഹരണം: പുലർച്ചെ അല്ലെങ്കിൽ ഡോൺ സമയത്ത് പത്രം വായിച്ചുകൊണ്ട് ചായ കുടിക്കുന്നത് രാജു ഏറെ ആസ്വദിക്കുന്നു. ഡസ്ക്, സന്ധ്യ അല്ലെങ്കിൽ അസ്തമയ സമയം. ഉദാഹരണം: പുലർച്ചെ എഴുന്നേൽക്കുന്ന രാജു സന്ധ്യ അല്ലെങ്കിൽ ഡസ്ക് ആകുമ്പോഴേക്കും തൻ്റെ ജോലികളെല്ലാം പൂർത്തിയാക്കാറുണ്ട്. ഡില്ലി ഡാലി, മടിച്ചു നിൽക്കുക അല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കുക. ഉദാഹരണം: പുലർച്ചെ എഴുന്നേറ്റ് പത്രവും വായിച്ച് ചായ കുടിച്ച ശേഷം ഒട്ടും സമയം കളയാതെ അല്ലെങ്കിൽ ഡില്ലി ഡാലി ചെയ്യാതെ രാജു വേഗത്തിൽ ഓഫീസിലേക്ക് തിരിച്ചു. ഗോൾഡ് സ്മിത്ത്, തട്ടാൻ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൻ. ഉദാഹരണം: തൻ്റെ സഹോദരിക്ക് സമ്മാനമായി ഒരു മാല നിർമ്മിക്കാൻ രാജു ആ പ്രശസ്തനായ സ്വർണ്ണപ്പണിക്കാരൻ അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്തിനെ സമീപിച്ചു. ബ്ലാക്ക് സ്മിത്ത്, കൊല്ലൻ അല്ലെങ്കിൽ കമ്മാരൻ. ഉദാഹരണം: തോട്ടത്തിലെ ആവശ്യങ്ങൾക്കായി ഒരു പുതിയ വാക്കത്തി ഉണ്ടാക്കാൻ രാജു ആ കൊല്ലൻ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തിനോട് ആവശ്യപ്പെട്ടു. വീവർ, നെയ്ത്തുകാരൻ. ഉദാഹരണം: പാരമ്പര്യമായി കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ആ നെയ്ത്തുകാരൻ അല്ലെങ്കിൽ വീവറിൽ നിന്നും രാജു ഒരു മുണ്ട് വാങ്ങി. പോട്ടർ, കുശവൻ അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാതാവ്. ഉദാഹരണം: വേനൽക്കാലത്ത് കുടിക്കാൻ തണുത്ത വെള്ളം സൂക്ഷിക്കാൻ ആ കുശവൻ അല്ലെങ്കിൽ പോട്ടറിൽ നിന്ന് രാജു ഒരു മൺകുടം വാങ്ങി. മേസൻ, കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ മേസ്തിരി. ഉദാഹരണം: വീടിൻ്റെ ചുറ്റുമതിൽ കൃത്യമായി കെട്ടിപ്പടുക്കാൻ രാജു പരിചയസമ്പന്നനായ ഒരു കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ മേസനെ വിളിച്ചു.